ഒരു ചായ കൂടുതലാണ് ഇട്ട് തരും. അതിനകത്ത് ടിക്കറ്റ് കൊടുക്കുന്നതും ടിക്കറ്റ് പരിശോധിക്കുന്നതും എല്ലാം ഒരു ഹോസ്റ്റസ് ആയിരിക്കും, ഒരു ലേഡി അതിനകത്ത് ഉണ്ടാവും. അവരാണ് ആ കാപ്പി ചായയൊക്കെ എടുത്ത് തരുന്നതും ആഹാരം തരുന്നതും എല്ലാം അവരായിരിക്കും. ബസ് ഹോസ്റ്റസ് എന്നൊരു സങ്കല്പം ഉണ്ടാക്കിയാണ് അതെല്ലാം തിരഞ്ഞെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. വണ്ടി വരുമ്പോൾ ഞാനൊന്ന് ഓടിച്ചു നോക്കും. അത് കഴിഞ്ഞാൽ വണ്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വണ്ടി ഓടാൻ നേരത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ വണ്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യേണ്ടെന്ന് പലരും പറയും. അതുകൊണ്ട് നേരത്തെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വണ്ടി പണിത് തീരാറായി. ഇനി അതിന്റെ കളർ കൊടുക്കണം. കളർ ഇന്നലെ ഞാനും എം ഡിയെ കൂടെ ചർച്ചകൾ നടത്തി. കളറിൽ ചില മാറ്റങ്ങൾ വരുത്തി. നല്ല എലിഗന്റ് ആയിട്ടുള്ള കളറായിരിക്കും, ഫ്ലാഷി ആയിട്ടുള്ള കളറായിരിക്കില്ല. പക്ഷെ കുറച്ചൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് ലുക്കുള്ള ഒരു വണ്ടിയായിരിക്കും. എല്ലാ സൗകര്യവും ഉണ്ട് അതിനകത്ത്. ടോയ്ലറ്റ് ഉണ്ട് അതിനകത്ത്. അതിന്റെ ടോയ്ലറ്റിന്റെ വെച്ചേക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്, നിങ്ങൾ ഞെട്ടിപ്പോകും. പാൻട്രി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിനകത്ത്. ബസ് ഹോസ്റ്റസ് ആയിരിക്കും, ഡ്രൈവറും ഉണ്ട്, ബസ് ഹോസ്റ്റസും ഉണ്ടാവും. ടിക്കറ്റ് ചെക്ക് ചെയ്ത് കയറ്റുന്ന അവരായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും, ആഹാരം കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം അവരെ അറ്റ്യുവർ സർവീസ് ആയിട്ട് ഉണ്ടാവും. വിമാനത്തിലുള്ളതുപോലെ ഒരു ഹോസ്റ്റസിനെ നമ്മൾ ഈ 2 ബസ്സിലും വയ്ക്കും, ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും. അത് ചില ഒരു പക്ഷേ മലയാളിയാകണം എന്നില്ല ഈ വയ്ക്കുന്നതാണ്. കാരണം മലയാളികൾക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്, നമ്മൾ എല്ലാം ട്രെയിനിങ് കൊടുക്കും. 4 ദിവസം അതനുസരിച്ച് 5-ാമത്തെ ദിവസം അത് വൃത്തിയിടാം.